എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറിയൊരു കഥ പറയാം. നമ്മുടെ വർക്ക്ഷോപ്പിലാണ്, അറിയാലോ. അപ്പോൾ പണ്ട് കാലത്ത് ഈ കണ്ണാടി, നമ്മൾ മുഖം നോക്കണ കണ്ണാടിയില്ലേ, കണ്ണാടിയൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മുടെ കാട്ടിൽ എങ്ങനെയോ ഒരു കണ്ണാടി വന്ന് പെട്ടു. കഥയിൽ ചോദ്യമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ വന്ന് പെട്ടു എന്നൊക്കെ പിന്നെ ചോദിക്കുക, അങ്ങനെയല്ല. കോഴി ഉണ്ടായി മുട്ട ഉണ്ടായി ആദ്യം എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഉത്തരം മുട്ടിപ്പോവും. കഥ ഒക്കെ ഒരു മോട്ടിവേഷനാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കണ്ണാടി വന്ന് പെട്ടു. അധികമൊന്നുമില്ല, ഒരു അടി വലിപ്പമുള്ള ഒരു കണ്ണാടി, സ്ക്വയർ, അങ്ങനത്തെ ഒരു കണ്ണാടി. അപ്പം നമ്മുടെ കാട്ടിലെ സിംഹം നല്ലൊരു ആളായിരുന്നു. ആളിങ്ങനെ നടക്കുമ്പോൾ യാദൃശ്ചികമായിട്ട് ഈ കണ്ണാടിയിൽ നോക്കി. കണ്ണാടിയിൽ നോക്കിയപ്പോൾ എന്നുണ്ടായി ഇത് ഒരു ഭീകര രൂപം. അപ്പോൾ സിംഹം അവിടുന്ന് ഓടിയിട്ടിട്ട് അവിടുന്ന് ഓടിയിട്ട് കുറേ ഓടിയിട്ട് തിരിഞ്ഞു നോക്കി, ഇത് വരുന്നുണ്ടോ, പിന്നാലെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ആരും വരുന്നൊന്നുമില്ലേ, കാണുന്നില്ല. അപ്പം മൂപ്പര് കിതപ്പൊക്കെ മാറാൻ വേണ്ടി കുറച്ച് നേരം നിന്നു. അപ്പം മൂപ്പരിങ്ങനെ ആലോചിച്ചു, ഇതിപ്പോൾ ഏത് ജീവിയാവും, എന്താ ചെയ്യിഞ്ഞിപ്പോൾ ഇതിന്, എന്താ ഒരു മറിമരുന്ന് എന്നൊക്കെ അങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ കാട്ടിൽ തന്നെ മൃഗങ്ങളുടെ ഒരു ഗുരു പോലെ ഒരു ആളുണ്ട്, കുരങ്ങച്ചൻ. ഒരു കുരങ്ങനാണ് ആൾ, സന്യാസി പോലെ ഒരു കാരണവർ എന്നുള്ള സ്ഥാനത്ത് അങ്ങനെ ഇരിക്കുക. അപ്പോൾ മൂപ്പര് ഒരു സന്യാസി പോലെയാണ്, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും വേണ്ട കാര്യങ്ങളൊക്കെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ സിംഹം വിചാരിച്ചു, എന്തായാലും കുരങ്ങച്ചൻ്റെ അടുത്ത് തന്നെ പോവാം. അപ്പോൾ സന്യാസി കുരങ്ങച്ചൻ്റെ അടുത്ത് പോയി. ഇങ്ങനെ കാട്ടിലൊരു ഭീകര ജീവി വന്നിട്ടുണ്ടെന്നാ. എവിടെയെന്ന് വെച്ചു. അതൊക്കെ അറിയാം, ഞാൻ ഗുരുനാഥൻ വരികയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഗുരുനാഥൻ എന്തായാലും കാണാം, എന്താണ് പ്രശ്നം എന്നറിയണ്ടേ എന്ന് വെച്ചിട്ട് കുരങ്ങച്ചൻ സിംഹം കൂടിയിട്ട് വീണ്ടും ഈ ഭീകര ജീവിനെ കണ്ട സ്ഥലത്തേക്ക് പോയി. പോയിട്ട് സിംഹം കണ്ണാടിയുടെ അവിടെ എത്തിയിട്ട് കാണിച്ചു കൊടുക്കുന്നത്, ഇതാണ് ആ ഭീകര ജീവി എന്ന് പറയുമ്പോൾ വീണ്ടും സിംഹത്തിനെ കാണുക. അപ്പോൾ സിംഹം വീണ്ടും പിന്നാക്കം ഓടി. അപ്പോൾ കുരങ്ങച്ചൻ മനസ്സിലായി, ഇത് ഇങ്ങനെ എന്തൊരു സാധനമാണ്. അങ്ങനെ സിംഹത്തിനോട് പറഞ്ഞു, നീ ഒന്നുകൂടി പോയി അവിടെ പോയിട്ട് നിന്നേന്ന് പറഞ്ഞു. സിംഹം പറഞ്ഞു, അയ്യോ ഞാൻ പോകില്ല, എനിക്ക് ആ ഭീകര ജീവിനെ കണ്ട് പേടിയാ പോകാമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഞാൻ എന്താ ഈ ധൈര്യത്തിൽ പോയി നിൽക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ സിംഹം ധൈര്യത്തോട് കൂടിയിട്ട് ധൈര്യമൊക്കെ കാണിച്ച് ഫ്രണ്ടിൽ പോയി നിന്നു. പോയി നിന്നപ്പോൾ എന്തുണ്ടാവുന്നത്, കുരങ്ങച്ചന് മനസ്സിലായി സിംഹത്തിൻ്റെ രൂപം തന്നെ അതിൽ കാണുന്നതെന്ന്. അപ്പോൾ കുരങ്ങച്ചൻ പറഞ്ഞു, സിംഹത്തിന് പറഞ്ഞു, ഇങ്ങോട്ട് മാറിക്കുമെന്ന് പറഞ്ഞു. സിംഹം വേഗം മാറുന്നു, ഒരു കാര്യം ഞാൻ ഭീകര ജീവി പിടിക്കണ്ട വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ സിംഹത്തിന് പറഞ്ഞു, ഇത് നിൻ്റെ രൂപം തന്നെ അതിൽ കാണുന്നത്, ഇത്ര വലിയ രൂപം എന്ന് ചോദിച്ചു. അതെ, ഉദാഹരണം പറയണമെങ്കിൽ ഞാൻ അതിൻ്റെ മുമ്പിൽ പോയി നിൽക്കാം, അപ്പം നീ എൻ്റെ രൂപമാണ് അവിടെ കാണുക, നോക്കുമെന്ന് പറഞ്ഞു. പോയപ്പോൾ കുരങ്ങച്ചൻ്റെ രൂപമാണ് കണ്ടത്. അപ്പോൾ സിംഹം പോയിരുന്നപ്പോൾ സിംഹത്തിൻ്റെ രൂപം കണ്ടത്. അപ്പം അങ്ങനെയാണ് സിംഹത്തിന് ഇത്രയും കഴിവും ഇത്രയും വലിയ ഇതൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ കഴിവ് നിസ്സാര കഴിവല്ല, അത് നമ്മൾ ആരെങ്കിലും ബോധ്യപ്പെടുത്തി തരണം, നമുക്ക് ഇന്ന കഴിവുകളുണ്ട് എന്നൊക്കെ. അതാണ് ഇതിനുള്ള ഗുണപാഠം. നന്ദി, നമസ്കാരം.